വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മലബാർ ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട്. 2021 തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 13-ൽ വെറും 2 സീറ്റുകൾ മാത്രമാണ് UDFന് നേടാൻ കഴിഞ്ഞത്. അതിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചതുമില്ല. 2001 ശേഷം നടന്ന 4 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 2021 ആകെ ലഭിച്ച 2 UDFന്റെ സീറ്റുകളിൽ ഒന്ന് RMPയുടെ KK രമയും ഒപ്പം തന്നെ മറ്റൊന്ന് മുസ്ലിം ലീഗിലെ MK മുനീറുമായിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് UDF കോഴിക്കോട് ജില്ലയിൽ ഒന്നാകെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തു. മാത്രവുമല്ല, പഞ്ചായത്തുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അവിടെ ഭൂരിപക്ഷം UDFനാണ് ഭരണം ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണം UDFന് നഷ്ടമായത് തുച്ഛമായ വോട്ടുകൾക്കും സീറ്റുകൾക്കുമാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും, ത്രിതല പഞ്ചായത്തുകളുടെ എല്ലാ മേഖലകളിലും വലിയൊരു മുന്നേറ്റമാണ് UDF അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 13-ൽ ഏതാണ്ട് 7 മുതൽ 8 വരെ സീറ്റുകൾ UDFന് നേടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ വലിയ രീതിയിൽ UDF പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എലത്തൂരാണ്. 2011-ലാണ് എലത്തൂർ മണ്ഡലം രൂപീകൃതമാകുന്നത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം എലത്തൂർ എന്ന് പറയുന്ന ഒരു പുതിയ മണ്ഡലം അവിടെ രൂപപ്പെടുകയായിരുന്നു. അതുമുതലുള്ള 3 തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ UDFന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ മണ്ഡലത്തിൽ 2011 മുതലുള്ള 3 തെരഞ്ഞെടുപ്പിലും മത്സരിച്ചത് UDFൽ ഘടക കക്ഷികളാണ്. ആദ്യത്തെ തവണ SJD, അതായത് വീരേന്ദ്രകുമാറിന്റെ അന്നത്തെ പാർട്ടിയായിരുന്ന SJD ആണ് UDFലേക്ക് വന്നപ്പോൾ അവർക്ക് ആ സീറ്റ് കൊടുത്തു. അങ്ങനെ SJDയുടെ ഷെയ്ഖ് പി ഹാരിസ് 2011 മത്സരിക്കുന്നു. 2016-ലും അവർക്ക് തന്നെയാണ് ആ സീറ്റ് കൊടുത്തത്. അന്ന് അവരുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കിഷൻ ചന്ദ് മത്സരിച്ചു. 2021-ലേക്ക് വരുമ്പോൾ ഈ പറയുന്ന വീരേന്ദ്രകുമാറിന്റെ മകൻ ശ്രേയംസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി തിരികെ LDFലേക്ക് പോകുന്നു. അവിടെ അപ്പോൾ മാണി സി കാപ്പന്റെ പാർട്ടിക്കാണ് എലത്തൂർ സീറ്റ് കൊടുത്തത്. DC ഡെമോക്രാറ്റിക് കോൺഗ്രസ് കേരള എന്ന് പറയുന്ന പാർട്ടിക്ക് ആ സീറ്റ് കൊടുത്തു. അവരുടെ സുൽഫിക്കർ മയൂരിയാണ് മത്സരിച്ചത്. എന്നാൽ ഏതാണ്ട് 38,000-ഓളം വോട്ടുകൾക്ക് അവിടെ തോൽക്കുകയായിരുന്നു UDF. അപ്പോൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും UDF മൃഗീയമായ ഭൂരിപക്ഷത്തിൽ തോറ്റ ഒരു മണ്ഡലത്തിൽ പക്ഷേ ഇത്തവണ UDF വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടുണ്ട്. UDF വിജയിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ സംജാതമായിരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് എലത്തൂർ മാറുന്നു. എലത്തൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ 6 വാർഡുകളും ഒപ്പം തന്നെ കോഴിക്കോട് താലൂക്കിൽ ഉൾപ്പെടുന്ന 6 പഞ്ചായത്തുകളും ചേർന്നതാണ്. അവിടെ 2011 മുതൽ മത്സരിക്കുന്ന LDFന് വേണ്ടിയിട്ട് NCPയിലെ AK ശശീന്ദ്രനാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 3 തവണയും NCP ടിക്കറ്റിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു. നിലവിൽ അദ്ദേഹം വനം മന്ത്രിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ കാരണം ഇത്തവണ അദ്ദേഹം മത്സരിക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നുവെങ്കിലും വീണ്ടും വിജയസാധ്യത അദ്ദേഹത്തിന് തന്നെയാണെന്ന് പറഞ്ഞ് CPM ഉൾപ്പെടെ നിർബന്ധിച്ച് അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ മുന്നണിക്കകത്തും ശശീന്ദ്രന്റെ പാർട്ടിയായ NCPക്കുള്ളിലും വലിയ രീതിയിലുള്ള ഭിന്നതകൾ ഉടലെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് NCP ദേശീയ തലത്തിൽ തന്നെ 2ആയിട്ട് പിളർന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ അതിൽ ഒന്ന് ശരത് പവാർ പക്ഷവും മറ്റൊന്ന് അജിത് പവാർ പക്ഷവുമാണ്. അതിൽ ശരത് പവാർ പക്ഷത്തിനൊപ്പമാണ് AK ശശീന്ദ്രനും കൂട്ടി നിൽക്കുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം കേരളത്തിൽ ഈ പറയുന്ന അജിത് പവാർ വിഭാഗത്തിനൊപ്പം അവർ ദേശീയ തലത്തിൽ BJPക്കൊപ്പമാണ്. ആ വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന കുറച്ചാളുകളും കേരളത്തിലുമുണ്ട്. അങ്ങനെ കേരളത്തിലെ പാർട്ടിയും 2ആയിട്ട് പിളർന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന AK ശശീന്ദ്രൻ ഉൾപ്പെടുന്ന വിഭാഗം ശരത് പവാറിന്റെ ഒപ്പമാണ് നിൽക്കുന്നത്. ആ ലേബലിലാണ് അവർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങുന്നത്. ഇക്കഴിഞ്ഞ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ കോഴിക്കോട് NCPയുടെ ജില്ലാ നേതൃത്വം ഒന്നടങ്കം ശശീന്ദ്രനെതിരെ രംഗത്ത് വന്നു. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തു വന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചേരിതിരിഞ്ഞ് അവരവിടെ അടിയുണ്ടാക്കുന്നത് പോലെ നമ്മൾ കണ്ടു. ശശീന്ദ്രനെ വേണ്ട, പുതിയൊരു സ്ഥാനാർത്ഥി അവിടെ വരണം എന്നൊരാവശ്യം പാർട്ടിക്കുള്ളിൽ ഉണ്ടായി. ആ തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചപ്പോൾ മറുവിഭാഗം, ശശീന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗം, അതിനെതിരെ രംഗത്ത് വരികയും അവർ തമ്മിൽ കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ പ്രതിഷേധം, എതിർപ്പുകൾ ഉയർന്നു. ജില്ലയിലെ LDF നേതൃത്വത്തിലും LDFനകത്തും ശക്തമായൊരു പ്രതിഷേധം ശശീന്ദ്രനെതിരെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ശശീന്ദ്രന് എതിരായിട്ടുള്ളൊരു വികാരമാണ് മുന്നണിക്കകത്തും സ്വന്തം പാർട്ടിക്കകത്തുമുള്ളത്. അതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ NCP ദേശീയ നേതൃത്വം ശശീന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ ശശീന്ദ്രൻ അവിടെ മത്സരിക്കുകയാണ്. എന്നാൽ ശശീന്ദ്രന് പാലും വെള്ളത്തിൽ പണി കിട്ടുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശശീന്ദ്രൻ്റെ മറുവിഭാഗമായിട്ടുള്ള അജിത് പവാർ NCPയിലെ സ്ഥാനാർത്ഥിയും അവിടെ മത്സരിക്കുന്നുണ്ട്.
അത് ശശീന്ദ്രൻ്റെ പേരുമായിട്ട് അതേ സാമ്യമുള്ള പേരാണ്. PK ശശീന്ദ്രൻ എന്നാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര്. അവിടെ UDF വേണ്ടിയിട്ട് ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിൻ്റെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണനാണ്. വനിത മഹിളാ കോൺഗ്രസിൻ്റെ വളരെ ശ്രദ്ധേയമായ മുഖമാണ്. യുവ നേതാക്കളിൽ ശ്രദ്ധേയായിട്ടുള്ള ഒരു നേതാവാണ് വിദ്യാ ബാലകൃഷ്ണൻ. അത്തരത്തിൽ വളരെ വൈബ്രൻ്റായിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണനെ കോൺഗ്രസ് അവിടെ ആ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറക്കിയതോടുകൂടി UDF വലിയ രീതിയിലുള്ളൊരു സാധ്യതകൾ അവിടെ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിനെ UDF ഒന്നടക്കം അവിടെ ആവേശത്തിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും അണികളെയും എല്ലാം വലിയ ആവേശഭരിതരാക്കിയിട്ടുണ്ട് ഈ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് കുത്താൻ ആഗ്രഹമുണ്ടായിട്ടും അത് നടന്നിട്ടില്ല. കാരണം സഖ്യകക്ഷികൾക്കാണ് ആ സീറ്റ് കൊടുത്തത്. എന്നാൽ ഇത്തവണ തങ്ങളുടെ പാർട്ടിയിൽ തന്നെ തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ അവിടെ മത്സരത്തിനിറങ്ങുമ്പോൾ അത് കോൺഗ്രസിന് വല്ലാത്ത ഒരു ആവേശം വീറും വാശിയും അവിടെ നൽകുന്നുണ്ട്. തങ്ങളുടെ കൈപ്പത്തി ചിഹ്നത്തിൽ ആദ്യമായിട്ട് ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം, അതിൽ അത്യാഹ്ലാദത്തിലാണ് പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ. അത് UDF വലിയൊരു ഘടകമായിട്ട് മാറുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ AK ശശീന്ദ്രനെതിരായിട്ടുള്ള ഒരു വികാരം അത് ഈ പറയുന്ന പോലെ UDF അനുകൂലമായിട്ട് മാറും. മാത്രവുമല്ല ഈ 2 വിഭാഗങ്ങൾ, AK ശശീന്ദ്രൻ, ശരത് പവാർ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് AK ശശീന്ദ്രനും അജിത് പവാർ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് PK ശശീന്ദ്രനും മത്സരിക്കുമ്പോൾ അവർക്കിടയിൽ വോട്ട് ഭിന്നിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും UDF അനുകൂലമായിട്ട് മാറും. അതൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അല്ലെങ്കിൽ അത് AK ശശീന്ദ്രനെ കനത്ത തിരിച്ചടി നൽകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിലെ AK ശശീന്ദ്രൻ്റെ ചിഹ്നമാണ്. ഈ കഴിഞ്ഞ ദിവസം AK ശശീന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം അനുവദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും NCPയുടെ ചിഹ്നം എന്ന് പറയുന്നത് ക്ലോക്കാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും AK ശശീന്ദ്രൻ അല്ലെങ്കിൽ NCPയുടെ സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്ത് മത്സരിച്ചുകൊണ്ടിരുന്നത് ക്ലോക്ക് ചിഹ്നത്തിലാണ്. എന്നാൽ ദേശീയ തലത്തിൽ NCP പിളർന്നപ്പോൾ ക്ലോക്ക് ചിഹ്നം ഈ പറയുന്ന അജിത് പവാർ വിഭാഗത്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. അങ്ങനെ ശരത് പവാർ വിഭാഗത്തിന് കാഹളം മുഴക്കുന്ന മനുഷ്യൻ്റെ ചിഹ്നമാണ് ലഭിച്ചത്. ഇത്തവണ ഈ പറയുന്ന ക്ലോക്ക് ചിഹ്നത്തിന് വേണ്ടി AK ശശീന്ദ്രൻ അവിടെ വാദിച്ചെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ല. അത് അനുവദിച്ചത് എതിരാളിയായിട്ടുള്ള PK ശശീന്ദ്രൻ എന്ന് പറയുന്ന അജിത് പവാർ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിക്കാണ്. അത് AK ശശീന്ദ്രന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇക്കാലം അത്രയും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ക്ലോക്ക് ചിഹ്നത്തിൽ തനിക്ക് വോട്ട് കുത്തിക്കൊണ്ടിരുന്ന വോട്ടർമാർ അവർ ഇത്തവണ ക്ലോക്ക് ചിഹ്നം കാണുമ്പോൾ അവിടെ വോട്ട് മാറി കുത്തുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ AK ശശീന്ദ്രൻ്റെ നെഞ്ചത്ത് കുത്തുന്ന ഒരു വോട്ടായിട്ട് അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. AK ശശീന്ദ്രൻ്റെ തോൽവിയിലേക്ക് ആ ഓരോ വോട്ടുകളും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ AK ശശീന്ദ്രനും NCP ശരത് പവാർ വിഭാഗവും ഒക്കെ തന്നെ വലിയ ആശങ്കയിലാണ്. ആ രീതിയിൽ വലിയൊരു വിഭാഗം വോട്ടുകൾ ഒരുപക്ഷെ ഈ പറയുന്ന മറുവിഭാഗത്തുള്ള അജിത് പവാർ പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതും UDF വലിയ ഗുണകരമായിട്ട് മാറും. ആ വോട്ടുകൾ LDF വോട്ടുകൾ വിഭജിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഗുണവും UDF കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാനാണ് സാധ്യത. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ വലിയൊരു അട്ടിമറിക്കുള്ള കളം ഒരുങ്ങിയിരിക്കുന്നു. പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള അമർഷങ്ങളുണ്ട്, മുറുമുറുപ്പുണ്ട്. അതിൻ്റെ ഒരു എതിർവികാരം അവിടെയുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം വനം മന്ത്രിയാണ്. വനം മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റം മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പിടിപ്പുകെട്ട അദ്ദേഹത്തിൻ്റെ ആ ഭരണം, ദുർഭരണം ഒക്കെ തന്നെ വലിയ രീതിയിൽ അവിടെ പാർട്ടിക്ക് മുന്നണിക്കെതിരാകും. ഈ പറയുന്ന വന്യജീവി പ്രശ്നങ്ങളുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് എലത്തൂര്. അതിനകത്ത് അദ്ദേഹം ക്രിയാത്മകമായ ഒരു നടപടിയും സംസ്ഥാന സർക്കാരോ വനം മന്ത്രി എന്നുള്ള നിലയിൽ AK ശശീന്ദ്രനോ സ്വീകരിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയാകും. മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു സിറ്റിംഗ് MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലൊരു നെഗറ്റീവ് വോട്ട് അവിടെ വരുമെന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ അലയടിക്കുന്ന ഭരണവിരുദ്ധ തരംഗം, അതും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ AK ശശീന്ദ്രന് പേറേണ്ടി വരും. അത് മൊത്തം നോക്കുമ്പോൾ AK ശശീന്ദ്രൻ ഇത്തവണ വലിയ രീതിയിലുള്ളൊരു പരാജയത്തിലേക്ക് എലത്തൂരിൽ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗുണഫലം പൂർണ്ണമായിട്ടും ലഭിക്കുക UDF UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ ഇത്തവണ അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ചു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും രാഷ്ട്രീയമായിട്ട് അവിടെ ഇതിനോടകം തന്നെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.